എൻ്റെ പേര് അഞ്ജന. ഷെഫ് പിള്ളയുടെയും ഉമർ സാബുവിൻ്റെയും സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അത് പറയണമല്ലോ ആദ്യമേ. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷെഫ് പിള്ള ഇതിനകത്ത് വന്നതിന് ശേഷമാണ് ഞാൻ KLF ഒരു പാനലിസ്റ്റ് ആവണമെന്ന് തന്നെ വരെ ആഗ്രഹിച്ചു. അപ്പോൾ ഇത് മാനിഫെസ്റ്റേഷനാണ് ഗൈസ്, ദാറ്റ് ഇസ് റിയൽ. മാനിഫെസ്റ്റ് ചെയ്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിലേക്ക് എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് എൻ്റെ റിയലൈസേഷൻ, എല്ലാവർക്കും ഇത് തന്നെയാണോ ആ ഫീലിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൊച്ചു പിള്ളേരോട് നോ പറയുമ്പോഴാണല്ലോ അവർ കൂടുതൽ അത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ലൈഫ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തോന്നി കോവിഡ് സമയം വന്നപ്പോഴത്തേക്ക്. നമ്മൾ ഇത്രയും നാൾ പ്ലാൻ ചെയ്ത് ട്രാവൽ ചെയ്യുമെന്ന് വിചാരിച്ച സംഭവങ്ങൾ പെട്ടെന്ന് അങ്ങ് നിന്നു. ഇനി നാളെ പോയി ട്രൈ ചെയ്യാമെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി, ഇത് ഇന്ന് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നാളെ നമുക്ക് ഒരു അവസരം കിട്ടില്ല. പോസ്റ്റ് കോവിഡ് എല്ലാം ഒന്ന് റിലാക്സ് ആയി തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനുള്ള എൻതൂസിയാസം അടച്ചിട്ട് വെച്ചിരുന്ന ഒരു നമ്മളെ കൂട്ടിലിട്ട് വെച്ചിരിക്കുമല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറക്കാൻ വിട്ടതുപോലെ. അപ്പോൾ കുറേ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം, എൻ്റെ പാഷനെ ഞാൻ കൺവേർട്ട് ചെയ്ത് അതിനെ മോണിറ്റൈസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ ചെന്നെത്തി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ആ സമയത്താണ് എനിക്കും പഠിക്കണം, അല്ലെങ്കിൽ ഞാൻ അതുവരെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കോവിഡ് എനിക്കൊരു കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ല, ഒരു കോളേജിൽ പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം വന്ന്. നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കോവിഡ് സമയത്തിന് മുന്നേ നല്ലൊരു കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യാം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം കോവിഡ് സമയത്ത് ഒരുപാട് പേര് വീട്ടിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഒരു സാധനവും റെസ്റ്റോറൻറ്റിൽ മാത്രത്തേക്ക് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, എല്ലാം വീട്ടിലുണ്ടാക്കാമെന്ന് തെളിയിച്ച ആൾക്കാരാണ് നമ്മൾ. വീട്ടിൽ ഷവായ ഉണ്ടാക്കുന്നു, വീട്ടിൽ ഷവർമ ഉണ്ടാക്കുന്നു, വീട്ടിൽ പൊറോട്ട അടിക്കുന്നു, വീട് ആക്ച്വലി ഒരു പൊറോട്ട കടയാക്കി മാറ്റുന്നത് നമ്മൾ കുറച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം മറ്റേ യൂട്യൂബിൽ റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്യുന്നു. കോണ്ടന്റ് ക്രിയേഷൻ ഒരു ഭയങ്കര ബൂമായിരുന്നു. നമുക്കൊരു കുഞ്ഞു സ്പേസ് മതി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മതി, നമുക്കൊരു എന്താ പറയുക നമ്മുടെ കഴിവുകൾ തെളിയിക്കാൻ. അത് ഫുഡിലായാലും മ്യൂസിക്കിലായാലും എന്ന് തെളിഞ്ഞു. അപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ ഫ്രീഡം അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും നാൾ ചുരുക്കി വെച്ച കാശ് നമ്മളൊരു ബിസിനസ് തുടങ്ങുക. ഇന്ന് ഞാനത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നാളെ എന്താണ് അൺസർട്ടനിറ്റി ആണെന്ന് തോന്നുന്നു. കോവിഡിന് ശേഷം ഈ ഫുഡ് ബിസിനസ്സും കോണ്ടന്റ് ക്രിയേഷനും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകണം. ഇപ്പം എനിക്കിപ്പോൾ ഇന്ന് ഊട്ടി പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഒന്ന് കൊച്ചി വരെ പോയിട്ട് ഒരു പുതിയ കട കഴിച്ചിട്ട് വരാം. ആ സമയത്ത് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അപ്പോൾ ഒന്ന് ഊട്ടി പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഒന്ന് കൊച്ചി പോയി കഴിച്ചിട്ട് വരാം എന്നുള്ളൊരു കോൺസെപ്റ്റും, ജീവിക്കാനുള്ള ടൈമിൽ നമ്മളൊന്ന് മാക്സിമം അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നുള്ളൊരു ഫീലിങ്ങിലാണെന്ന് തോന്നുന്നു നമ്മളിവിടേക്ക് എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഇത് തന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ കൊച്ചിയിൽ പോയെന്നു അല്ലെങ്കിൽ ഊട്ടിയിൽ പോയെന്ന് പറഞ്ഞപ്പം മസനഗുഡി വഴി ഊട്ടിയിൽ പോകുന്ന ഒരൊറ്റ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇത്രമാത്രം ഇൻഫ്ലുവൻസ് സോഷ്യൽ മീഡിയ വഴി ആളുകളിലേക്ക് എത്താം. അതല്ലെങ്കിൽ ഒരു 4 ദിവസം മുമ്പ് ദീപിക പതുക്കോൺ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ ഒരു ഭൂട്ടാനിലെ ഒരു നാഷണൽ ഡിഷ്, അത് ഇത്രമാത്രം വൈറലാവുന്നു, ആളുകളെല്ലാം വീട്ടിലിരുന്ന് ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഇത്രമാത്രം സോഷ്യൽ മീഡിയ ആളുകളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ഉപഭോക്താവാണ് ഇതിരിക്കുന്നത്. ഒരു കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇദ്ദേഹത്തെ എനിക്കറിയാം. ചെറിയ കേരളത്തിലൊക്കെ ഒരു ഫുഡ് അണ്ടർ എന്ന രീതിയിൽ ചെറുതായി തുടങ്ങി, അല്ലെങ്കിൽ കണ്ടന്റിന് വേണ്ടിയിട്ടല്ലാതെ നല്ല ഭക്ഷണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോയി, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മുതൽ കേരളം മുഴുവനുള്ള പല സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെടുന്നതും. അതിനുശേഷം ഈ കോവിഡ് ടൈമിൽ അല്ലെങ്കിൽ ഒരു കോവിഡിൻ്റെ ഒരു എല്ലാവരും ഡിപ്രഷനൊക്കെ ആയിട്ട് ബിസിനസ്സിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് പല പ്രശ്നങ്ങളൊക്കെ കുടുങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ ഏറ്റവും കൂടുതൽ മുതലെടുത്ത കേരളത്തിൽ ഒരാളെന്ന നിലയിൽ ഒരു 70K അല്ലെങ്കിൽ ഒരു 50,000 പെട്ടെന്നൊരു 5 ലക്ഷം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു 1 മില്യൺ അടുത്ത് യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അതാണ്, ഈ ഒരു ഫുഡ് ബ്ലോഗിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾ വലിയ രീതിയിൽ പ്രൊഫഷണലായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാണ്. അപ്പോൾ ഇപ്പോൾ വരുന്നൊരു ചോദ്യം, ഇതിൻ്റെ ഒരു എത്തിക്സ് നിങ്ങൾ പാലിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നല്ലതായാലും മോശമായാലും നല്ലൊരു അഭിപ്രായം പറയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ലതായിട്ട് പറയും, അല്ലെങ്കിൽ മോശമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ അവരുടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു എത്തിക്കൽ ഫുഡ് ബ്ലോഗിങ് എന്താണ്? അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ബ്ലോഗേഴ്സിനെ അല്ലെങ്കിൽ ഒരു 10,000 ഫോളോവേഴ്സ് ഉള്ള ഒരാളെ പോലും അല്ലെങ്കിൽ 2,000 ഫോളോവേഴ്സ് ഉള്ള ഒരാളെ പോലും അയാൾ പറയുന്നത് കേൾക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്നവർ പറയുന്ന ഒരാൾ വേർഡ് ഓഫ് മൗത്തിൻ്റെ വേറൊരു രീതിയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ അതൊരു മില്യനൊക്കെ ഉള്ളപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് വലുതാണ്. അപ്പോൾ ആ ഒരു എത്തിക്കൽ ഫുഡ് ബ്ലോഗിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് സാബുവിൻ്റെ ഒരു അഭിപ്രായം? നമ്മളെ തന്നെ നടക്കാനുള്ള ചെറിയൊരു ട്രിക്കി ക്വസ്റ്റ്യനാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി 100% എൻ്റെ ഇതിൽ പറയാൻ പറ്റും, എനിക്കിഷ്ടമില്ലാത്തൊരു ഭക്ഷണം ഇതുവരെ ഞാൻ എൻ്റെ പേജിലൂടെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതിന് നമ്മൾ പോയിട്ട് പല സ്ഥലത്തും ഷൂട്ട് ചെയ്തിട്ട് ഇല്ല എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെച്ച പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ എത്തിക്സ് തന്നെ ഈ ഷെഫി പറയുന്നത് പല ടൈമിലും പലതാണ്. ഇപ്പോൾ രുചിയുടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി
നേരത്തെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളുകൾക്കായിരുന്നു കൂടുതൽ. ഇപ്പോൾ ഒരാൾക്ക് അന്നൊരു 200K ഉണ്ടെങ്കിൽ ആളിടുന്ന വ്യൂസ് ആയിരുന്നു കൂടുതൽ വൈറലാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരാൾ ഇന്നൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇന്നിടുന്ന ഫസ്റ്റ് റീൽസിന് വേണമെങ്കിൽ 20 മില്യണൊക്കെ അടിക്കും. ഈ റീൽസ് എല്ലാം വന്നപ്പോൾ ഇൻസ്റ്റയുടെ അൽഗോരിതം എല്ലാം മാറി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ഒരു വലുപ്പം എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നുള്ളതൊന്നും നോക്കണ്ട. ഒരാൾ എന്ത് കോണ്ടന്റ് ഇട്ടാണെങ്കിലും അയാൾ കുറച്ച് എത്തിക്സ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരു ഫോളോവർ ഇല്ലാണ്ട് തുടങ്ങുന്ന ഒരാൾ വരെ പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും മില്യൺസ് വ്യൂസ് ഇപ്പോൾ പുതിയ അൽഗോരിതത്തിൽ കയറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ പുതിയ പല ട്രെൻഡുകളും കാണുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും മോശം ട്രെൻഡായിട്ട്